ബന്ധുക്കളുടെ ശല്യമില്ലാത്ത എങ്ങോട്ടെങ്കിലും പോണോന്ന് തോന്നി. അതുകൊണ്ടാ പുറത്തു പോയത്. അവിടെയാവുമ്പോ ഉപദേശിക്കാനും ശല്യം ചെയ്യാനൊന്നും ആരുമില്ലല്ലോ. ജോലി, വീട്, വീട്, ജോലി. അങ്ങനെ കുറെ വർഷങ്ങൾ പോയി. പിന്നെ തോന്നി വല്ലാത്തൊരു ശൂന്യതയുണ്ട് ജീവിതത്തിൽ നിന്ന്. ആരും ഇല്ലാത്ത പോലെ. അങ്ങനെയാ ഇങ്ങോട്ട് വന്നേ. ഇതൊരു വെറും വരവല്ല. അറ്റുപോയതെല്ലാം തേടി പിടിച്ച് വിളക്കി ചേർക്കണം. അതാണ് ലക്ഷ്യം. ചേച്ചി ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണം എന്ന എന്റെ ആഗ്രഹം. അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പറ്റിയൊരു ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരാം. എന്റെ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതിനുവേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. പഴയ അയാളിപ്പോ എവിടെയുണ്ട്? കോണ്ടാക്ട് വല്ലതുണ്ടോ? ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ട്. അയാള് പക്ഷെ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല? കഴിച്ചു. എങ്ങനെ പറ്റുന്നവർക്കൊക്കെ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് വേറൊരാളെ കല്യാണം കഴിക്കാൻ? നിവർത്തികേട് കൊണ്ട് പറ്റിപ്പോയതാ. അതിനൊരിക്കലും ഞാൻ അയാളെ കുറ്റം പറയില്ല. എന്തായാലും കണ്ടതിലും ഇവിടെ വന്നതിലും ഒക്കെ സന്തോഷം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളൊക്കെ ആവാട്ടോ. പിന്നെന്താ, നഷ്ടപ്പെട്ടത് മുഴുവനായിട്ടും തിരിച്ചു പിടിക്കാനൊന്നും പറ്റില്ല. എന്നാലും പറ്റാവുന്നിടത്തോളം ചെയ്യണം. അതാ എന്റെ ലക്ഷ്യം. ഞാനുണ്ട് കൂടെ. എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിച്ചാ മതി. വാ ചേച്ചി. ചേച്ചിയുടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ വേറൊരു അവതാരം കൂടി ഉണ്ട് കേട്ടോ. ശരത്ത് എന്റെ ജീവിതത്തിലെ നമ്പർ 1 ശത്രു അവനാ. തീറ്റയൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുക. എന്തിനെന്നറിയോ? ബലി കൊടുക്കാൻ. കഥകളൊക്കെ ഒരുപാടുണ്ട്. വിശദമായിട്ട് ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം. ഞാൻ യുദ്ധഭൂമിയിലെ പടയാളിയാ ചേച്ചി. നോക്കിയും കണ്ടു നിന്നില്ലെങ്കിലേ തല പോവും. അപ്പോ അയാളൊന്ന് കാണണമല്ലോ. നീ നിഗ്രഹിക്കാൻ പോകുന്ന ആളെ. അത് വേണോ? മുഖം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? നാളെ ഏതെങ്കിലും ഒരു അവസരത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാ തിരിച്ചറിയാലോ. അതും ശരിയാ. ശരത്തേ, ശരത്തേ. എന്തിനാ വിളിച്ചേ? ഇതെന്റെ ചേച്ചി. എന്നെ ഇതിനു മുൻപ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ല. മുഖത്ത് മുൻപ് പരിചയമുള്ള പോലെ ഒരു ഭാവം. ഏയ് ഇല്ല, നമ്മളിത് ആദ്യമായിട്ട് കാണുമല്ലേ. എന്റെ കൊച്ചുമോളെ കെട്ടാനിരുന്നതാ. ഞങ്ങളുടെ യോഗക്കുറവ് അത് നടന്നില്ല. നിത്യമോള് പോയില്ലേ? എന്തിനാ അമ്മേ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയുന്നത്? നിത്യമോളെ കെട്ടാനിരുന്ന ആളെന്ന് പറയുന്നതേ എങ്ങനെയാടാ ആവശ്യമില്ലാത്ത കാര്യമാവുന്നേ? ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ അങ്ങനെ ഒരു കല്യാണം. നടക്കാതെ പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. സാരമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ദൈവത്തിന്റെ തീരുമാനമല്ലേ. സഹിക്കാതെ പറ്റില്ലല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഹലോ,
അതാരാന്നാ പറഞ്ഞേ? എന്റെ ചേച്ചി. ആ, ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്കും ഇത് തന്നെയാണോ പണി? ഏത്? മാനവും മര്യാദയ്ക്ക് കഴിയുന്ന കുടുംബങ്ങളിലെ ഭാര്യമാരുടെ കെട്ടുതാലി പറിക്കാൻ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ചേച്ചിയെ പറ്റി നീ എന്തറിഞ്ഞിട്ടാ? പലതും അറിയാം, നിനക്കറിയുന്നതിൽ കൂടുതൽ അറിയാം. ചേച്ചി നാട്ടിൽ വന്നിട്ട് തന്നെ അധിക ദിവസം ആയിട്ടില്ല, പിന്നെങ്ങനെയാ നീ ചേച്ചിയെ കുറിച്ച് അറിയുന്നേ? നിന്നെ എനിക്ക് നല്ലപോലെ അറിയാമല്ലോ. ആ പാവൻ ചന്ദ്രയുടെ കെട്ടുതാലി പൊട്ടിക്കാൻ നടക്കുന്നവളല്ലേ നീ? അത് അവള് തന്നെ പൊട്ടിച്ചു കളഞ്ഞില്ലേ, എന്തിനാ ഞാൻ? ഇതേ റൂട്ടിൽ കൂടെ തന്നെ അടി നിന്റെ ചേച്ചി ഓടിക്കൊണ്ടിരിക്കുന്നത്. നീ ചന്ദ്രയുടെ താലി പൊട്ടിക്കുന്നു, നിന്റെ ചേച്ചി അക്ഷരയുടെ താലി പൊട്ടിക്കുന്നു. തോന്നി ദിവസം പറയരുത്. നോക്ക് നെല്ലില്ലെന്ന് കരുതി എന്ത് വിളിച്ചു പറയാന്നാണോ? മതിയടി, നിലത്തേക്ക്. നിന്റെ ചേച്ചി നാട്ടിലേക്ക് വന്ന് എന്തിനാണെന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? അത് വേറൊന്നിനു വേണ്ടിയല്ല, പഴയ കാമുകനെ കണ്ട് പഴയ പ്രേമകഥ പൊടി തട്ടിയെടുക്കാൻ. ആ പ്രണയകഥയിലെ നായകൻ ആരാന്നറിയോ? നിരഞ്ജൻ. നായിക നിന്റെ ചേച്ചി മാലിനി. ഒരിക്കലുമല്ല, ഞാനത് വിശ്വസിക്കില്ല. ഓരോ പുതിയ കഥയായിട്ട് ഇറങ്ങിക്കോളൂ അവൻ. കൊള്ളാവുന്ന ആരെ കണ്ടാലും നിനക്ക് ഈ സ്വഭാവം പണ്ടേ ഉള്ളതാ. വെറുതെ അവരെ കുറിച്ച് അപവാദം പറയും. എന്റെ ചേച്ചിയെ കുറിച്ച് അങ്ങനെ പറയണ്ട. പണ്ടൊരാളെ പ്രേമിച്ചിരുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വിവാഹം പോലും വേണ്ടാന്ന് തീരുമാനിച്ച ആളാ എന്റെ ചേച്ചി. അങ്ങനെയുള്ള ചേച്ചിയെ കുറിച്ച് ഇല്ലാക്കഥ പറഞ്ഞാലുണ്ടല്ലോ, ഞാനത് സഹിക്കില്ല, പറഞ്ഞേക്കാം. പണ്ട് പ്രേമിച്ചിരുന്ന ആളെ മനസ്സിലിട്ട് നടന്നുകൊണ്ട് വിവാഹം കഴിച്ചില്ല. അപ്പോ ആ പ്രേമത്തിന്റെ ശക്തി എന്തുമാത്രം ഉണ്ടെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള പെണ്ണ് പഴയ കാമുവിനെ വീണ്ടും കണ്ട എന്ത് ചെയ്യും? പഴയ ബന്ധം വീണ്ടും തുടങ്ങും. അങ്ങനെ തുടങ്ങി നിന്റെ ചേച്ചി. അതുകൊണ്ടാടി രണ്ടുപേരും താലി പൊട്ടിക്കുന്നവരാന്ന് ഞാൻ പറഞ്ഞത്. അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കുറിച്ച് അപവാദം പറയുന്നതിനൊരു പരിധി ഉണ്ട് കേട്ടോ. വൃത്തികെട്ടവനെ. കൈയെടുക്കടി. എടി കൈയെടുത്താൽ കൊല്ലുണ്ട് നിന്നെ. അനാവശ്യം പറയുന്നോടാ. ജീവിച്ചിരിക്കണ്ട. കൊല്ലോടാ.